പക്ഷേ ഈ മതസംഘടനകൾക്കൊന്നും തന്നെ ഇപ്പോൾ ഇതിൽ വിളിച്ചിട്ടുള്ള ഒരു മതസംഘടനക്കും അവരുടെ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയില്ല. അപ്പം മതസംഘടനയുടെ മീറ്റിംഗ് വിളിച്ചാലും അവരെ ക്ഷണിക്കണം, രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗ് വിളിച്ചാലും അവരെ ക്ഷണിക്കണം എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ പോരാട്ടത്തിലാണ് കേരളം. നിയമം നടപ്പാക്കുന്നതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേരള സർക്കാർ. അതേസമയം ബഹുജനങ്ങളെ അണിനിരത്തി ഈ കരിനിയമത്തിനെതിരായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായി ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലി സംഘടിപ്പിക്കും. 2019 ഡിസംബർ 11 പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയത്. 2020 ജനുവരി 10 നിയമം നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 13 രാത്രിയാണ് ചട്ടങ്ങൾ പ്രാബല്യത്തിലാക്കി കേന്ദ്ര വിജ്ഞാപനം വന്നത്. പൗരത്വം നിർണയിക്കുന്നതിന് അടിസ്ഥാന മതമാകുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്. ഈ സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് ചേർത്തുള്ള പോരാട്ടം ഉയർത്തിക്കൊണ്ടുവരികയാണ്. കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ലെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വിരുദ്ധമായാണ്, അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായാണ് പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയിട്ടുള്ളത്. ഏത് നിയമനിർമ്മാണ സഭയ്ക്കും ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങളെ നടത്താൻ പാടൂ. എന്നാൽ അത് ലംഘിച്ചുകൊണ്ടാണ് സമത്വ സങ്കല്പത്തിന് വിരുദ്ധമായി ഭരണഘടനാ ഭേദഗതി ചെയ്ത് പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്ന ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ മതരാഷ്ട്രവാദത്തിനെതിരായിട്ടാണ് ഈ പ്രക്ഷോഭം നടത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമി മറ്റൊരു മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സംഘടനയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിനെതിരായിട്ട് നമ്മൾ ഒരു പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ വേറെ ഒരു മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നവരെ ക്ഷണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ലക്ഷ്യത്തെ അത് ദുർബലമാക്കും. രാവിലെ 10 മണിക്ക് കോഴിക്കോട് റോഡിലെ മച്ചിങ്ങൽ ബൈപ്പാസ് ജംഗ്ഷനിലാണ് ഭരണഘടനാ സംരക്ഷണ റാലി ചേരുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. KT ജലീൽ MLA അധ്യക്ഷനാകും. മന്ത്രി വി അബ്ദുറഹ്മാൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകൻ PV ദിനേശ്, കേരള മുസ്ലിം ജമാഅത്ത് വൈസ് പ്രസിഡന്റും ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ C മുഹമ്മദ് ഫൈസി, സമസ്ത കേരള ജമയത്തുൽ ഉലമ നേതാവ് സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, കേരള നദ്വത്തുൽ മുജാഹിദീൻ ട്രഷറർ നൂർ മുഹമ്മദ് നൂർഷ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് പറപ്പൂർ, MES പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ, കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, MLA മാർ, LDF സ്ഥാനാർത്ഥികൾ, LDF നേതാക്കൾ എന്നിവരും പരിപാടിയിൽ പങ്കാളികളാകും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്.